അപ്പോഴാണ് നമുക്ക് ഈ ഫുഡ്സ്കേപ്പിങ്ങിന് ഒരു പ്രാധാന്യം വരിക. നമുക്ക് എന്തുകൊണ്ട് അടുക്കളത്തോട്ടത്തിനെ പുറകിൽ നിന്ന് മുന്നിലേക്ക് കൊണ്ടുവന്നുകൂടാ? അതാണ് ഈ ഫുഡ്സ്കേപ്പിങ്ങിന്റെ ഒരു ഐഡിയ. ഉമ്മർത്ത് തന്നെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ അലങ്കാര ചെടികൾ വെക്കും, മനോഹരങ്ങളായ ഈ അലങ്കാര വാഴ, ചെറിയ പാംസ് ഒക്കെ വെക്കും. അതിന് ചെറിയ അടയ്ക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് അല്ലെങ്കിലും ചെറിയ അങ്ങനെയൊക്കെ വരും. പക്ഷെ അതിന് പകരം നമുക്കിപ്പോൾ പപ്പായ, റെഡ് ലേഡി പപ്പായ, അത് അധികം ഉയരം വരാത്ത ഇപ്പൊ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു പപ്പായ ഇനമാണ് റെഡ് ലേഡി. അത് നമുക്ക് രണ്ട് സൈഡും ചെറിയ ഒരു ബോർഡർ പോലെ അങ്ങനെ കൊടുക്കാം. പലതരം ചീരകളുടെ വലിയ വൈവിധ്യം. പക്ഷെ എനിക്ക് കൃത്യമായിട്ട് അറിയാം, ആലപ്പുഴക്കാര് ചീരയിൽ വലിയ അതാണ്. അപ്പൊ പലതരം ചീരകൾ, പട്ടുചീര, വ്ളാട്ടാങ്കര ചീര, അങ്ങനെയുള്ള ചീരകൾ, അത് കാഴ്ചക്കൊരു ഭംഗി കൂടെയാണ്. അത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ അങ്ങനെ ചെയ്യാം. ചെറിയ ഇനം വാഴകൾ, പിന്നെ അങ്ങനെ രീതിയിൽ നമുക്കൊരു ലാൻഡ്സ്കേപ്പിംഗ് മാറ്റി ഒരു ഫുഡ്സ്കേപ്പിംഗ് വന്നാൽ തന്നെ വലിയ വ്യത്യാസം വരും.